ഹായ് ഹലോ വെൽക്കം ടു എക്സ്പ്ലോർ വിത്ത് അനുശ്രീ യൂട്യൂബ് ചാനൽ. അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ഒരു വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി തന്നെയാണത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എറണാകുളത്തേക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോണ വഴിയിൽ ഞങ്ങൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മന്തിയാണ് അന്ന് കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എന്തൊക്കെയോ ചെറുതായിട്ട് എന്തൊക്കെയോ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. 2 മണിയായി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ നേരം ചേച്ചി അനിയനും കൂടിയിട്ട് ഒന്നും തള്ളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കായി പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അങ്ങനെ എടുത്തില്ല. ഫുഡ് വന്നപ്പോൾ എല്ലാവരും വേഗം സാധനങ്ങൾ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ല പറഞ്ഞപ്പോൾ തിരിച്ച് അതേപോലെ വെച്ചതാണ് എല്ലാവരും. അപ്പോൾ നല്ല അടിപൊളി മന്തിയായിരുന്നു. ഇത് ഞാൻ കഴിക്കുന്ന ഏറ്റവും അവസാനം അവർ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മന്തി എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്ന് പറയുക. വണ്ടി നാശമായി. വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഞങ്ങൾ വണ്ടി ശരിയാക്കാൻ വേണ്ടി ഗാരേജ് കണ്ടോ. അതെ ചേച്ചി, നമ്മുടെ വണ്ടി എവിടെയാ? കുഞ്ചേട്ട മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറ്റിണ്ടോണ്ട്. അതെ, അങ്ങനെ ഞങ്ങൾ മാളിൽ പോവുക പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ളൊരു ബേക്കറിയിൽ കയറിയിട്ട് അവർ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഞാൻ വെള്ളം പിന്നെ ഒരു ചെറിയൊരു ലോലിപോപ്പും വാങ്ങി. അത് മാത്രം ഞാൻ കഴിച്ചുള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കി കിട്ടി. ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണെന്നൊക്കെ. ഇന്നെങ്കിലും ഒരു ഷോപ്പിൽ കയറണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ. നമുക്ക് അടുത്ത ഷോപ്പിൽ എത്തിയിട്ട് കാണാട്ടോ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും അവസാനം ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് ലുലുവിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്രൈഡൽ റെൻ്റൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലുലുവിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഏറ്റവും അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ ഡ്രസ്സ് നോക്കുന്നതാണ്. അതിൻ്റെ ഒരു ഷാളാണ് കേട്ടത്. ആ ഷാൾ ഇട്ടപ്പോൾ തന്നെ ഫുള്ളായി. അപ്പോൾ ചേച്ചിയുടെ ഭാഗത്ത് അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കെന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നോക്കിയതായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമായ ഒരു ഡ്രസ്സ്, ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമായ ഡ്രസ്സ്, അത് വേറെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചേച്ചിക്ക് ഇഷ്ടമായ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്ത് പറഞ്ഞല്ലേ, അതായിരുന്നു ഇത്. പൊന്തുന്നുണ്ടായിരുന്നില്ല, ഞാൻ എടുത്തു കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് അവിടുന്ന് തിരിച്ച് തൊട്ടടുത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ ലുലുക്ക് നേരെ മെട്രോയിൽ പോവുകയാണ് ചെയ്തത്. ലുലുവിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെട്രോയുടെ ടിക്കറ്റൊക്കെ ഞങ്ങളെടുത്ത് അങ്ങനെ മെട്രോയിൽ പോയി. കാണുമ്പോൾ ആദ്യമായിട്ട് കയറുന്ന ഒരു ഇതാണെച്ചെങ്കിലും ആദ്യമായിട്ടല്ല കയറുന്നത്. കൊച്ചിയിലത്തെ മെട്രോയിൽ ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകണമൊക്കെ നോക്കി നിന്നു. അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ എൻട്രിയിലേക്ക് എത്തി. പിന്നെ അവിടെ പോയി മേക്കപ്പിൻ്റെ സാധനങ്ങൾ നോക്കി. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്തൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞു ചേച്ചി ട്രാവൽ ബാഗ് നോക്കാനുണ്ടായിരുന്നു, അത് നോക്കി. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങൾ, സാധാരണ ഇടാൻ പറ്റുന്ന ഡ്രസ്സ് കാര്യങ്ങൾ നോക്കി, അത് വാങ്ങി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയപ്പോൾ ഞങ്ങൾ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു, വിനയ് പോട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ അതിലേക്ക് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ അവിടുന്ന് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ വെച്ച് അതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ കാണുന്നത്. പാട്ട് ഇതായിരുന്നു, ഓലത്തുമ്പത്തിരുന്നു നാലാടും, ആ പാട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡാൻസാണ് കാണുന്നത് നിങ്ങൾ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പാട്ടും പാടി ഇങ്ങനെ ജസ്റ്റ് ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ പോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ കയറി. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ആ ഷോപ്പിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട്
ഞങ്ങൾ ജസ്റ്റ് ചായ മാത്രം കുടിച്ച് അവിടുന്ന് ഇറങ്ങി. നല്ല വൈബായിരുന്നു കേട്ടോ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അവിടുന്ന് പോന്നു. ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഗ്ലാസ് പിടിച്ചിരിക്കുകയാണ്, ഞാൻ ചായ കുടിച്ചിട്ടില്ല. അതിന് ശേഷം നമ്മൾ പോകുന്നു, നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പാട്ട് കേൾക്കാം കുറച്ച്. ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം. പറയുന്ന കുതിരയിൽ വാണിക്കാം കയ്യാൽ തൊടാം. അങ്ങനെ ഞങ്ങൾ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ടൈം 12:11. ഫുഡ് കഴിക്കാൻ കയറാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അവിടുത്തെ റേഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അവിടെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ മ്യൂസിക് ഇട്ടാലാണ് കോപ്പിറൈറ്റ് കിട്ടുക എന്നറിയാത്തതുകൊണ്ട് ഞാനൊക്കെ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ പാട്ട് ഇട്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വൈബ് ചെയ്തതോ വന്നു. ആ പാട്ട് അതിൽ ഇടാൻ പറ്റൂല്ലെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരുന്ന വരെ ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു പണി, ഡാൻസ് കളിക്കൽ തന്നെയായിരുന്നു പണി. ചേട്ടനും ചേച്ചിയും എല്ലാവരും ജസ്റ്റ് താളം പിടിക്കായിരുന്നു. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഡാൻസ് കളിച്ചിരുന്നത്. പിന്നെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മളേതായ ഒരു ഇതിൽ എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് ഫുഡ് വരാൻ തുടങ്ങി. ഫുഡ് വന്നപ്പോൾ പിന്നെ ഫുൾ ഫുഡിലേക്കായി കോൺസെൻട്രേഷൻ. നമ്മൾ മോമോസാണ് അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെസ്വാൻ മോമോസും നോർമൽ മോമോസും ഉണ്ടായിരുന്നു തോന്നുന്നു, ഓർമ്മയില്ല എനിക്ക്. പിന്നെ നമ്മൾ അൽഫാമും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. സമയം നന്നായി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് പോയ കാര്യമാണെന്നുവെച്ചെങ്കിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇതുവരെയുള്ള വ്ളോഗ് നമുക്ക് പിന്നെ ഇനിയും ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.